ഓണത്തിന് പൂക്കളമൊരുക്കാൻ കുട്ടികൾ നടത്തിയ പൂക്കൃഷിക്ക് 100 മേനി വിളവ്. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിലെ കുട്ടികളാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ കൃഷി ചെയ്തത്. മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവ് TP വിനയന്റെ കൊടകരയിലെ കൃഷിയിടത്തിലായിരുന്നു കുട്ടി കർഷകരുടെ പൂക്കൃഷി. കുട്ടികൾക്ക് സഹായമായി അധ്യാപകരും കർഷകൻ വിനയനും ഒപ്പമുണ്ടായിരുന്നു. വിരിഞ്ഞ ചെണ്ടുമല്ലി ചെടികൾക്കൊപ്പം നിൽക്കുമ്പോൾ പൂക്കളേക്കാൾ മനോഹരമായിരുന്നു ആ കുട്ടികളുടെ മുഖത്തെ സന്തോഷം. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് നിർവഹിച്ചു. ചടങ്ങിൽ മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ്, VHSE പ്രിൻസിപ്പൽ CJ ബിന്ദു, PTA പ്രസിഡന്റ് CT ജോസഫ്, അഗ്രികൾച്ചറൽ അധ്യാപിക KM സംഗീത എന്നിവർ സന്നിഹിതരായി. കാരണം ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷിഭവനിൽ നിന്നൊരു അറിയിപ്പ് കിട്ടിയാലും പ്രത്യേകം എന്നെ വിളിച്ച് കൃഷിയുടെ ഇന്ന കാര്യങ്ങൾ അവിടെ തന്നെ തൈകൾ വന്നിട്ടുണ്ട്. ഇന്നൊരു ഈ സൂര്യൻ നമ്മുടെ മുകളിൽ നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കൂടെ പോകുന്ന വൈദ്യുതി ഒരു ദിവസം നിന്ന് പോയാൽ നമ്മുടെ നാട് സ്തംഭിക്കും. പക്ഷേ ഈ കൃഷി അല്ലെങ്കിൽ ഈ പൂക്കൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവാതെ തല ഉയർത്തി നിൽക്കും. വെറും കൃഷി ചെയ്യുന്ന ജൈവ കർഷകൻ മാത്രമല്ല, വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഫാമറാണ് അദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അദ്ദേഹത്തിന് ഈ വർഷത്തെ ഈ പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ചെടി വെക്കുമ്പോൾ അത് ആ ചെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എത്ര നാൾ കൊണ്ടത് വലുതായി അതിലെ ഫലം നമുക്ക് ലഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഈ ചെടി നമ്മളിവിടെ നടാൻ നമുക്ക് സ്ഥലമൊരുക്കി തന്നു നമ്മുടെ ഈ പ്രദേശത്തെ ജൈവ കർഷകനായ അവാർഡ് ജേതാവും കൂടിയായ വിനയേട്ടൻ. പുതുക്കാട് സ്കൂളിലെ കുട്ടികൾ ഇവിടെ വന്ന് എൻ്റെ വാർഡിൽ വന്ന് ഇങ്ങനെ ഒരു കൃഷി നടത്തിയതിൽ ഒരുപാട് സന്തോഷം. വിനയൻ ചേട്ടനെ നമുക്ക് പരിചയം ഒരു 5-8 മാസം മുൻപേ പരിചയപ്പെട്ടതാണ്. അതായത് ഞങ്ങളുടെ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി LKG മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്.